ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് ലൂണ ബേബിയെ ഒന്ന് കുളിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. രാവിലെ തന്നെ നല്ല മഴയായിരുന്നു. അതുകൊണ്ട് 2 വീലറിൽ പോകാൻ യാതൊരുവിധ നിർവാഹവും ഇല്ല. അതുകൊണ്ട് നമ്മൾ ഓട്ടോയിലാണ് പോകാൻ തീരുമാനിച്ചത്. ബാസ്ക്കറ്റിലാക്കി ടവൽ വെച്ച് കവർ ചെയ്തൊക്കെയാണ് ഓട്ടോയിലേക്ക് കയറ്റിയത്. അതിന് ശേഷം നമ്മൾ ടവലിങ് എടുത്തു. അതിൻ്റെ സൗണ്ടുകളൊക്കെ കേട്ടോട്ടെ എന്ന് കരുതി. അത് ഭയങ്കര ബുദ്ധിമുട്ടായി ലൂണയ്ക്ക്. ലൂണ പിന്നെ കരച്ചിൽ തുടങ്ങി. ലൂണ കരച്ചിൽ കൂടി വന്നപ്പോഴത്തേക്ക് ഞാൻ ലൂണയെ പുറത്തെടുത്തു. അവൾക്ക് പുറം കാഴ്ചകൾ കാണണം, പുറത്തേക്ക് നോക്കണം എന്നുള്ള ചിന്തയാണ് കേട്ടോ. അതുകൊണ്ട് പിന്നെ മഴയും കൂടി ആയതുകൊണ്ട് ടവലിൽ പൊതിഞ്ഞാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് മീനാക്ഷിയാണ്. മീനാക്ഷി എൻ്റെ സിസ്റ്ററാണ്. അവളെ ബസ് സ്റ്റോപ്പിലൊന്ന് ആക്കണം. അങ്ങനെ നമ്മൾ കുറച്ച് ദൂരം ഒരുമിച്ചുണ്ടാവും. അപ്പോൾ ഇതാണ് നമ്മുടെ സ്പോട്ട്. ഇവിടെ ഈ സ്ഥാപനം നടത്തുന്നത് ഒരു വെറ്റിനറി നേഴ്സും പുള്ളിക്കാരിയുടെ അമ്മയാണ്. അപ്പോൾ നമ്മൾ വന്നപ്പോഴത്തേക്കും ഓൾറെഡി അവിടെ ഒരാൾ കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒരാൾ വെയിറ്റിംഗ് ലിസ്റ്റിലും ഉണ്ട് കേട്ടോ. അപ്പോൾ അവളെ ലൂണയെ ഒന്ന് വാച്ച് ചെയ്തു. അകത്ത് കയറ്റിയതിന് ശേഷം ലൂണയുടെ ദേഹത്തെ മുടിയൊക്കെ ഒന്ന് ചീകി ചെവിയൊക്കെ ഒന്ന് നോക്കിയതിന് ശേഷം പുള്ളിക്കാരിയുടെ അമ്മയാണ് കേട്ടോ, വെറ്റിനറി നഴ്സിൻ്റെ അമ്മയാണിത്. പുള്ളിക്കാരിയാണ് കുഞ്ഞിനെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുന്നത്. അപ്പോൾ ആദ്യം കുളിച്ചുകൊണ്ടിരുന്ന വ്യക്തി ഇതാണേ. അപ്പോൾ പുള്ളിക്കാരൻ ഭയങ്കര അഗ്രസീവാണ്, ഭയങ്കര കുരയും ബഹളമൊക്കെയാണ്. അപ്പം നമ്മുടെ ലൂണയാണെങ്കിൽ എന്താണ് ഇവിടെ നടക്കുന്നതെന്നറിയാൻ യാതൊരുവിധ നിർവാഹവും ഇല്ലാതെ നിൽക്കുകയാണ്. അപ്പോൾ കേട്ടോ, പുള്ളിക്കാരി ഭയങ്കര കുരയായിരുന്നു. അതൊക്കെ കേട്ടിട്ടും എൻ്റെ കുഞ്ഞ് ശാന്തയായിട്ട് തന്നെയാണ് നിന്നത്. അപ്പോൾ ആദ്യം തന്നെ ഷാമ്പു വേണം തോന്നുന്നു കേട്ടോ. ഷാമ്പു ഒക്കെ ഇട്ട് നന്നായിട്ട് പതപ്പിച്ച് നിർത്തിയതിന് ശേഷമാണ് അവർ ബ്രഷ് ഉപയോഗിച്ച് കഴുകാൻ തുടങ്ങിയത്. രോമങ്ങൾക്കിടയിലെല്ലാം ആ ഷാമ്പു പിടിക്കണം, അഴുക്കിളകണം എന്നുള്ള രീതിയിലാണ് അവർ നന്നായിട്ട് പതപ്പിച്ചതിന് ശേഷമാണ് ലൂണയെ നന്നായിട്ട് ബ്രഷ് വെച്ച് തേക്കാൻ തുടങ്ങിയത്. അപ്പോൾ നമുക്ക് എന്താ ഒരു പപ്പിയെ കുളിപ്പിക്കാൻ അറിയത്തില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പ്രായം ആയിട്ടില്ല അവർക്ക്. ആകെ 45 ദിവസം ആയിട്ടുള്ളൂ, കുഞ്ഞാണ്. അതിൻ്റെ കൂടെ ഒരു നമ്മുടെ നാടൻ പപ്പീസിനെയൊക്കെ ആണെങ്കിൽ നമുക്ക് കുളിപ്പിക്കാനൊക്കെ വലിയ പേടിയില്ലാതെ ചെയ്യാം. പിന്നെ ഇതേപോലെയുള്ള ഒരു ഹസ്കി ഡോഗിനെയൊക്കെ നമ്മളെങ്ങനെ കുളിപ്പിക്കും എന്നറിയാൻ വയ്യാത്തത് കൊണ്ടാണ് നമ്മൾ അവളെ അങ്ങനൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയത്. നന്നായിട്ട് ബ്രഷ് വെച്ച് ഉരച്ചപ്പോൾ തന്നെ നന്നായിട്ട് അഴുക്കുണ്ടായിരുന്നു. മഴ കാരണം മുറ്റത്ത് ചെളി ഉണ്ടായിരുന്നു. ഇടയ്ക്കൊക്കെ അവൾ ചെളിയിൽ ചാടിയിട്ടുമുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും കൊണ്ടുവന്ന് കാലൊക്കെ ക്ലീൻ ചെയ്താൽ പോലും വിരലിനിടയിലൊക്കെ ചെളി ഉണ്ടാവുമല്ലോ, രോമത്തിലൊക്കെ പറ്റിയിരിക്കുന്നതൊന്നും പോകത്തൊന്നുമില്ലല്ലോ. അപ്പോൾ നല്ലതുപോലെ തന്നെ വെള്ളമൊക്കെ ഒഴിച്ച് അവളെ നല്ല ക്ലീനാക്കി നല്ല സുന്ദരിയാക്കി കേട്ടോ. ഇതിന് ശേഷമാണ് അവർ നന്നായിട്ട് ടവൽ വെച്ച് തുടച്ചതിന് ശേഷമാണ് ഹീറ്റർ വെച്ച് ഉണക്കത്തുള്ളൂ. അപ്പോൾ നല്ലതായിട്ട് വെള്ളമൊക്കെ ഒഴിച്ചപ്പോഴോ തുടയ്ക്കുമ്പോഴോ ഒന്നും ലൂണ കരഞ്ഞിട്ടോ അല്ലെങ്കിൽ കുരച്ചിട്ടോ ബഹളം വെച്ചിട്ടോ ഒന്നുമില്ല കേട്ടോ. പുള്ളിക്കാരി സൈലൻ്റായിട്ട് തന്നെ നിന്നത്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ വെറ്റിനറി നഴ്സ്. ഈ ചേച്ചിയാണെങ്കിൽ നന്നായിട്ട് തന്നെ പപ്പീസിനെയും ക്യാറ്റിനെയും എല്ലാം നന്നായിട്ട് ഹാൻഡിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ പുള്ളിക്കാരിയാണ് ഹീറ്റർ വെച്ച് പപ്പിയെ നന്നായിട്ട് ഉണക്കി അതിന് ശേഷം അതിൻ്റെ ഇടയ്ക്ക് തന്നെ അവർ ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. മൂട്ടയുണ്ടോ, ചെള്ളുണ്ടോ, അങ്ങനെ എന്തെങ്കിലും ഇൻസെക്ട്സ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അവർ നന്നായിട്ട് ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. കൂട്ടത്തിൽ ഈ ഹീറ്ററിൻ്റെ സൗണ്ട് കേൾക്കുമ്പം ലൂണയ്ക്കൊരു പേടി ഉണ്ടായിരുന്നു. എന്നാൽ പോലും വലിയ പ്രശ്നങ്ങളായിട്ട് അവൾ ഒന്നും നടത്തിയില്ല. അപ്പോൾ അടുത്തതായിട്ട് വന്നേക്കുന്നത് ഒരു ക്യാറ്റായിരുന്നു. പുള്ളിക്കാരി അവിടെ കുളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. വെറ്റിനറി നഴ്സിൻ്റെ അമ്മയാണ് ക്യാറ്റിനെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം നൈൽ കട്ടിങ് ആണ്. അപ്പോൾ നൈൽ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാടൊന്നും ഉണ്ടായിരുന്നില്ല. ലൂണ ചെറിയ കുട്ടിയല്ലേ, 45 ദിവസമല്ലേ ആയിട്ടുള്ളൂ. എങ്കിൽ പോലും അതൊരു പാക്കേജ് ആയിരുന്നു. നെയിൽ കട്ടിങ്ങും ഇയർ വാക്സിങ്ങും അങ്ങനെ എല്ലാം. അതുകൊണ്ട് തന്നെ അതിനെല്ലാം കൂടി നമുക്ക് 700 രൂപയാണ് ചാർജ് വരുന്നത്. ക്ലീനിങ്ങും എല്ലാം വരുമായിരുന്നു. അപ്പം അതിന് നൈൽ കട്ടെല്ലാം ചെയ്തതിന് ശേഷമാണ് ഈ കാലിൻ്റെ അടിഭാഗത്തുള്ള ആ ഹെയർ റിമൂവ് ചെയ്യുന്നത്. അത് ഒരുപാടൊന്നും ഉണ്ടായിരുന്നില്ല, ചെറുതായിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. എങ്കിലും അത് നന്നായിട്ട് ക്ലീൻ ചെയ്തു. ഉള്ളിലേക്കെടുത്ത് ഹെയർ അങ്ങനെ റിമൂവ് ചെയ്ത് കളയുന്നില്ല. എങ്കിലും അത് മൊത്തം ഒരുവിധം നന്നായിട്ട് തന്നെ അവരത് ക്ലീൻ ചെയ്തു. അപ്പോഴൊന്നും ലൂണ ബഹളമോ വല്ല പ്രശ്നമോ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. അവൾ സൈലൻ്റായിട്ട് തന്നെ നിന്നത്. ഇവരത് എല്ലാ പപ്പീസിനെയും ഒരുപോലെ തന്നെയാണ് കേട്ടോ ഹാൻഡിൽ ചെയ്യുന്നത്.
അപ്പോൾ നമുക്കറിയാത്ത കാര്യങ്ങൾ ഈ വെറ്റിനറി നഴ്സ് ആയതുകൊണ്ട് പുള്ളിക്കാരി പറഞ്ഞും തരുന്നുണ്ടായിരുന്നു. ചെവിയിൽ നന്നായിട്ട് വാക്സ് ഉണ്ടായിരുന്നു. അവർ ആദ്യം തന്നെ എടുത്തപ്പോൾ നല്ല രീതിയിൽ നല്ല കറുത്ത കളറായിട്ടാണ് കേട്ടോ വാക്സ് വന്നത്. അതിനുശേഷം നല്ലതുപോലെ ഇയറിൽ ഉപയോഗിക്കുന്ന എന്തോ ഒരു മരുന്നാണെന്ന് തോന്നുന്നു കേട്ടോ, അതൊക്കെ ഉപയോഗിച്ച് തന്നെയാണ് നന്നായിട്ട് വാക്സ് എടുത്ത് ക്ലീൻ ചെയ്തു. അതിനകത്ത് ചെക്ക് ചെയ്തു മൂട്ടയോ ചെള്ളമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുകയും കൂടി ചെയ്തു. അതിനുശേഷം വീണ്ടും ഒന്നുകൂടി ഹീറ്റ് ചെയ്തു. അങ്ങനെ ആ ഒരു ബഹളങ്ങൾക്കിടയിലും ലൂണ സൈലൻ്റ് ആയിരുന്നു കേട്ടോ. പൂച്ചയുടെ കരച്ചിലോ അല്ലെങ്കിൽ വേറൊരു പപ്പിയുടെ കരച്ചിലോ ഒന്നും അവളെ ഡിസ്റ്റർബ് ചെയ്തില്ല. അവൾ സൈലൻ്റ് ആയിട്ട് ഇരുന്നു. പക്ഷേ ആ ഹീറ്ററിൻ്റെ ഓൺ ആക്കുമ്പോൾ ഉള്ള ഒരു സൗണ്ട് ആണ് അവളെ പുറമോട്ട് മാറാൻ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അങ്ങനെ നല്ല നീറ്റാക്കി സെറ്റാക്കി തന്നു. അപ്പോൾ നമ്മൾ വീട്ടിലെത്തി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.